വി ഗോപാലകൃഷ്ണൻ, നോക്കൂ, ഈ സ്വർണ്ണ കവർച്ച അതിൻ്റെ ആഴം എല്ലാവർക്കും മനസ്സിലായതാണ്. ഇതിപ്പോൾ അതിന് പിന്നിലേക്കൊരു കാലം പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡൻ്റായിരുന്നു, അജയ് തറയിൽ ദേവസ്വം മെമ്പറായിരുന്ന സമയത്തെ കാലത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അവിടെയാണ് ആലില കാണാനില്ല, കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയിൽ പ്രശ്നം, മറ്റൊന്ന് വാജീവാഹനം സംബന്ധിച്ച വാർത്ത, ഇതൊക്കെ സംഭവിച്ച കാലം അതായിരുന്നു. ഇതിലൊക്കെയും രാഷ്ട്രീയ ബുദ്ധി കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇവരൊക്കെയും. കൃഷ്ണരാജ്, ഞാൻ ഒരു കാര്യം അസഗ്നിഗ്ധമായി പറഞ്ഞോട്ടെ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അവിടെ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ടുണ്ടായിരുന്ന സമയത്ത് ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ ആ ബോർഡ്, അന്നത്തെ ബോർഡുമായിട്ട് ഞാൻ യുദ്ധം ചെയ്ത ആളാണ്. മാത്രമല്ല, ആ പ്രസിഡൻറ്റിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെയുള്ള ഏറ്റവും വലിയ ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടാണ്, നിങ്ങൾ ഇവിടുത്തെ കൊള്ളക്കാരും പിടിച്ചുപറിക്കാരുമായിട്ടുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ തോളി കൈയിട്ടുകൊണ്ട് നടക്കുന്നു, എപ്പോഴും അവരുമായിട്ട് നിങ്ങൾ ഡിസ്കഷൻ നടത്തുന്നു, നിങ്ങൾക്കൊരു 10 മിനിറ്റ് എന്നോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സമയമില്ല. നിങ്ങളത് പല പ്രാവശ്യം ഞാൻ ഫോണിൽ വിളിച്ച് പറഞ്ഞു, അല്ലാതെ പറഞ്ഞു, നിങ്ങൾക്ക് സമയമില്ല, ഞാൻ എന്താ പോകണു, ഇനി ഈ ദേവസ്വം ബോർഡിൽ ഞാൻ ഈ ചീഫ് വിജിലൻസ് ഓഫീസറായിട്ട് തുടരുന്നില്ല എന്ന്. അവർ അത്ര അഴിമതി നിറഞ്ഞവരാണ്. എന്തായിരുന്നു അഴിമതി? ഒരുപാട് തരത്തിലുള്ള അഴിമതി. ഞാൻ പല പ്രാവശ്യം എൻ്റെ പർച്ചേസാണ് പ്രധാനം. ശർക്കര പർച്ചേസ്, മറ്റത് മറിച്ചത്, എവറിത്തിങ് എന്തൊക്കെ ശബരിമലയിൽ വാങ്ങിച്ചിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പിന്നിൽ അന്നത്തെ സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ, പിന്നെ പർച്ചേസ് മാത്രമല്ല എല്ലാ അഴിമതിക്കും. പിന്നെ അവിടുത്തെ മറ്റേ രാമരാജ പ്രസാദ് എന്ന് പറഞ്ഞ ഒരു കമ്മീഷണർ ഉണ്ടായിരുന്നു, അദ്ദേഹം, പിന്നെ ബോർഡ്, ഇവരെല്ലാം അഴിമതിക്കാരായിരുന്നു. അവിടെ അന്നത്തെ ചീഫ്, ഞാൻ മരാമത്ത് പണി ഞാൻ നോക്കിയിട്ടില്ല, എനിക്ക് നോക്കാൻ സമയം കിട്ടില്ല, അന്നത്തെ ചീഫ് എഞ്ചിനീയർ, ഇവരെല്ലാം അഴിമതിക്കാരാണ്. പിന്നെ ഈ വാജീവാഹനത്തിൻ്റെ കാര്യം ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയട്ടെ, ഒരുപാട് ഒരുപക്ഷെ അവരെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതായിരിക്കാം. ഞാൻ വായിച്ച് മനസ്സിലാക്കി എന്താണെന്ന് പറഞ്ഞാൽ, ഈ വാജീവാഹനം ഈ കുറിപ്പ് ആരോ പ്ലാൻ ചെയ്തു, കോൺസ്പയർ ചെയ്തു. ഇത് ആരോ വില പറഞ്ഞിരിക്കുന്നു, അതിഭയങ്കര വിലയ്ക്ക്. അത് 15 കിലോ 14 കിലോ ഉള്ള മെറ്റലും ഗോൾഡും എല്ലാം കൂടെ ചേർന്നുള്ള ഒരു കുതിരയാണ് ഇതിൻ്റെ മുകളിലിരിക്കുന്നത്. അത് ആർക്കോ വേണം. അപ്പോൾ അതിനാണ് ഈ കൊടിമരം ചവിട്ടി താഴെ ഇറക്കിയത്. അതിൻ്റെ കൂടെ ഈ പാളിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തും ഒരുപാട് പൈസ അടിക്കാം. എന്നിട്ട് അന്ന് ഈ 2012, ഇത് 2017 മറ്റാണ്, 2012 രാജഗോപാലൻ നായർ സാറ് ബോർഡ് പ്രസിഡൻ്റായിരുന്നപ്പോൾ ഒരു ഒരു മീറ്റിംഗ് നടത്തി, തന്ത്രിമാരെയൊക്കെ വിളിച്ച്, അതിവിടെ ഞാൻ പല പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഒരു ഓർഡർ ഇറക്കി, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു സാധനം ആരും കൊണ്ടുപോകരുത് വീട്ടിൽ. ഇറ്റ് ബിലോങ്സ് ടു TDB, ട്രാവൻകൂർ ദേവസ്വം ബോർഡ്. ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല, തന്ത്രിയല്ല ആർക്കും കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ഓർഡർ, സ്റ്റാൻഡിങ് ഓർഡർ നിലനിൽക്കെ ഈ ദേവസ്വം ബോർഡ് ഇറക്കുന്ന, പ്രസിഡൻ്റ് ഇറക്കുന്ന, ബോർഡ് മെമ്പേഴ്സ് ഇറക്കുന്ന ഓർഡർ വളരെ പവർഫുൾ ഓർഡേഴ്സാണ്. അത് ചുമ്മാ വിഷി വാഷ് ടൈപ്പിലുള്ളൊരു ഓർഡറല്ല. ഇവിടുത്തെ നിയമസഭയ്ക്ക് പോലും അതിനെ എക്ലിപ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതുവരെ അങ്ങനെ എക്ലിപ്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ നിലനിൽക്കെ ഈ വാജീവാഹനം അടിച്ചെടുക്കണമെന്നുള്ള ഇതിൽ അന്നത്തെ ബോർഡും ഇവരെല്ലാം കൂടെ, അല്ലെങ്കിൽ പിന്നെ ഇവരെല്ലാം കൂടെ പോയി നിന്നിങ്ങനെ തൊഴേണ്ട കാര്യം എന്താ, ഇവരെല്ലാം കൂടെ അവിടെ പോയി നിന്ന് ഇതിനെ അഴിച്ചു മാറ്റിയപ്പം നേരത്തെ ഇത് പ്രീ പ്ലാൻഡാണ്. അതാണ് കോൺസ്പിറസി. 120B തന്ത്രി പറഞ്ഞു എനിക്ക് വേണം മറ്റേ വാജീവാഹനം. അത് എല്ലാ തന്ത്രിമാരും ചിലപ്പോൾ അങ്ങനെ ചോദിച്ചെന്നിരിക്കും. രാജഗോപാലൻ ദാസൻ്റെ ഈ TDBയുടെ ഒരു ഓർഡർ നിലനിൽക്കുക തന്ത്രിക്ക് എങ്ങനെ ചോദിക്കാൻ പറ്റും? അപ്പോൾ അത് നേരത്തെ പ്ലാൻഡാണ്, പ്രീ പ്ലാൻഡാണ്. അപ്പോൾ ഈ കുറിപ്പ് പറഞ്ഞ് ശരി തന്ത്രി എടുത്തോട്ടെ. അയാൾക്ക് എന്ത് അധികാരമാണ് ഈ കുറിപ്പിന്? ഈ നേരത്തെ കോപ്പാനലിസ്റ്റ് പലരും ചൂണ്ടിക്കാണിച്ചല്ലോ, ഇയാൾ ആരാ? അയാൾ ഫാക്ട് ഫൈൻഡിങ് കമ്മീഷനിലെ ഒരു മെമ്പറാണ്. അയാൾക്ക് ഹൈക്കോടതിയുടെ യാതൊരു അധികാരവും ഇല്ല. അയാൾക്ക് എങ്ങനെ ഈ ദേവസ്വം ബോർഡ് ഇറക്കിയ ഒരു ഓർഡറിൻ്റെ മുകളിൽ താൻ കൊണ്ടുവയ്ക്കോ എന്ന് പറയാൻ അയാൾക്ക് എന്തധികാരം? അങ്ങനെ പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മറ്റേ ബാക്കിയുള്ള മെമ്പേഴ്സും എല്ലാം ഇങ്ങനെ കൈകൂപ്പി ഇങ്ങനെ ആട്ടെ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാൻ പറ്റുമോ? അത് കൊണ്ടുപോകണമെന്ന് ഒരു ഓർഡർ വേണമെങ്കിൽ
ഒന്നുകിൽ ആരെങ്കിലും ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്യണം, ഇത് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറയണം ശരി അത് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനെ ഒരു ഓർഡറുണ്ട്. ഈ ഓർഡർ, ഈ സ്റ്റാൻഡിങ് ഓർഡർ പിന്നെ അന്നത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നില്ല. ഈ രാജഗോപാലൻ നായർ സാർ ഇങ്ങനെ ഒരു ഓർഡർ ഇറക്കണം, അതിനെ ചവിട്ടിത്താത്തു. അന്നത്തെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ സ്റ്റാൻഡിങ് കൗൺസിലും ഇതിനകത്ത് കളിച്ചു, അന്നത്തെ സെക്രട്ടറി കളിച്ചു. ഇവർ ഇത് കൊടുക്കണമല്ലോ, ഈ റിപ്പോർട്ട് കൊടുക്കണമല്ലോ, ഈ കുറിപ്പ്. അപ്പോൾ ഇവിടുന്ന് ദേവസ്വം ബോർഡിൽ നിന്ന് റിപ്പോർട്ട് വേണം. ആ റിപ്പോർട്ടിൽ രാജഗോപാലൻ നായർ സാറിൻ്റെ ഒരു ഓർഡർ ഉണ്ടെന്ന് ഇവർ സപ്രസ് ചെയ്തു. അപ്പോൾ പിന്നെ അവരെങ്ങനെ അറിയും? ഹൈക്കോടതി അറിയില്ല. കഴിഞ്ഞ പുതിയ ഹൈക്കോടതിയാണ്, പുതിയ ജഡ്ജസാണ്, അവർക്ക് ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഇതിനെ കൊണ്ടുപോയി. അഥവാ അത് വേണമെങ്കിൽ ഒന്ന് ഡിവിഷൻ ബെഞ്ച് പറയണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോകണം. സുപ്രീം കോടതി പറയണം. സുപ്രീം കോടതിക്ക് മാത്രമേ ഈ രാജഗോപാലൻ നായർ സാറിൻ്റെ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴും ആ ഓർഡർ നിലനിൽക്കുന്നു. അപ്പോൾ ആ ഓർഡർ വയലേറ്റ് ചെയ്ത് വാജീവാഹനം കൊണ്ടുപോയ ക്രിമിനൽ കോൺസ്പിറസി, പിന്നെ മോഷണം, ഇതിനെല്ലാം അതിന് പിന്നെ അവർ പറയുന്ന ന്യായം പല സ്ഥലത്തും ഞാൻ കേട്ടു, അതെല്ലാവരും കണ്ടുകൊണ്ട് നിൽക്കുകയാണെന്ന്. ഏറ്റവും ബുദ്ധിയുള്ളവരങ്ങനെയാണ്, വീഡിയോ എടുത്ത് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും. ജനങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ. ഈവൻ എനിക്ക് പോലും അന്ന് മനസ്സിലായില്ല. പിന്നെയാണ് എനിക്ക് ഇതിൻ്റെ പിന്നിലുള്ള ഈ ചതി മനസ്സിലായത്. ഈ പിന്നെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവരെല്ലാവരും അടങ്ങുന്ന കോൺസ്പിറസിയാണ്, അതൊരു ക്രിമിനൽ ആക്റ്റാണ്. ഈ ബോർഡിൽ ഈ തന്ത്രിയുടെ മറ്റേ വാജീവാഹനത്തിൻ്റെ ആ വിഷയത്തിൽ മാത്രം ഇവരെല്ലാം പ്രതികളാവും. അവർക്കങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഈ ഒരു ഓർഡർ നിലനിൽക്കുക സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ളൊരു ഓർഡറല്ലേ ഈ ദേവസ്വം ബോർഡിൻ്റെ ഇത്. ഹിന്ദു റിലീജിയസ് ആക്ട്, മറിച്ച് ദേവസ്വം ആക്ട്, അതിൻ്റെയൊക്കെ ബേസിലാണ് ഓർഡർ ഇറക്കുന്നത്. ആ ഓർഡറിനെ എങ്ങനെ എക്ലിപ്സ് ചെയ്യാൻ പറ്റും? മറ്റേ കുറിപ്പ് പറയണം ആയിക്കോട്ടെ കൊണ്ടുപോയിക്കോളൂ. ഇയാളാരെ സുപ്രീം കോടതിയാണോ ഈ കുറിപ്പ്? അപ്പം അത് ആരും ഹൈലൈറ്റ് ചെയ്യുന്നില്ല. അവിടെയാണ് പിടിക്കേണ്ടത്. പിന്നെ ഒരുപാട് മോഷണങ്ങൾ, ഒരുപാട്. പിന്നെന്താ കൃഷ്ണരാജ് ചോദിച്ചത്? അതായത് ആലില കാണാനില്ല. അതെല്ലാം ഇവന്മാർ അടിച്ചോണ്ട് ഈ നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ കുറുവ സംഘം ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വിധത്തിൽ, പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട വിധത്തിൽ ക്വസ്റ്റ്യൻ ചെയ്താൽ. അല്ല, നിയമപരമായി പോലും നിലനിൽക്കാത്തത് ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് ധൈര്യം വരുന്നതെന്നാണ്. ഒന്ന് വിശ്വാസത്തിന്റെ പേരിലാണ് അവിടെ കയറിയിരിക്കുന്നത്. ധൈര്യമുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിൽ കയറിയിരിക്കുന്നവർ അവിടുത്തെ പ്രതിഷ്ഠയെങ്കിലും പേടിക്കണമല്ലോ. അതുമില്ല, നിയമത്തെയും വെല്ലുവിളിക്കുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. അല്ല, അവർക്ക് ആരെയും പേടിയില്ല, അയ്യപ്പനെ പേടിയില്ല. ഇപ്പോൾ ഇടയ്ക്ക് ആരോ പറയുന്നിട്ട് ഇവരെല്ലാം ഭയങ്കര അയ്യപ്പ ഭക്തരാണ്. ഞാൻ കണ്ടു എന്താണ് അയ്യപ്പ ഭക്തി എന്ന്. ഞാൻ കണ്ടതല്ലേ, കൂടെ കിടക്കണമല്ലേ രാപ്പനി അറിയുള്ളൂ. ഞാൻ നേരിട്ട് കണ്ടാണ് ചീഫ് വിജിലൻസ് ഓഫീസർ, നിങ്ങൾ ഭയങ്കര അഴിമതിക്കാരാണ്, ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ ഇവന്മാരെ. അതെ, ഒരു കൂട്ടർ ഭക്തി ഇല്ല എന്ന് പറഞ്ഞ് കൊള്ളയടിക്കുന്നു, വേറൊരു കൂട്ടർ ഭക്തി ഉണ്ടെന്ന് പറഞ്ഞ് കൊള്ളയടിക്കുന്നു. ഈ ഭക്തി ഇല്ല എന്ന് പറഞ്ഞ് കൊള്ളയടിക്കുന്നവരാണ് ഭേദം എൻ്റെ അഭിപ്രായം.